എല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെയും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ക്രിസ്മസ് സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കാം. എല്ലാവരും ക്രിസ്മസിൻ്റെ ഒക്കെ ഒരുക്കങ്ങളൊക്കെയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീഫ് ചാപ്സ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പത്തിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെ ആയാലും ഈവൻ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ബ്രെഡിൻ്റെ കൂടെ ആയിരിക്കും ഒന്നും കൂടെ ഏറ്റവും ബെറ്റർ. വളരെ ഈസി ആയിട്ട് നമുക്കൊരു ബീഫ് ചാപ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ബീഫ് ചാപ്സ് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് നമുക്ക് ബീഫ്. ആ ബീഫ് നമുക്ക് ഈ ചെറിയ കഷ്ണങ്ങളാക്കാതെ ഒരു വലിയ ഇതുപോലെ ഇത്രയും തിക്കായിട്ട് ഇതുപോലെ വലിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കുക. ഇച്ചിരി നെയ്യോട് കൂടിയ ബീഫാണ് ഇതിന് ഏറ്റവും ബെറ്റർ. ഏറ്റവും നല്ല ടേസ്റ്റ് കൊടുക്കുന്ന നെയ്യോട് കൂടിയ ബീഫായിരിക്കും. ഇതേപോലെ ക്യൂബായിട്ടോ റൗണ്ട് ഷേപ്പിലോ ഒക്കെ കട്ട് ചെയ്ത് എടുക്കുക. ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ, ഇത് ഞാനിപ്പം ഏകദേശം ഒരു 500 ഗ്രാമാണ്, 1/2 കിലോ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ ബീഫ് എടുക്കുന്നതിൻ്റെ അനുസരിച്ച് മറ്റുള്ള മസാലാസ് എല്ലാം കൂട്ടിയെടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ടു. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ടു. പിന്നെ ഒരു 2.5 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ടു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു തണ്ട് ഫ്രഷ് കറിവേപ്പില, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ബീഫാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇതൊരു 3 വിസിൽ, 4 വിസിൽ, അവനവൻ്റെ ബീഫിൻ്റെ വേവ് അനുസരിച്ച് ഒരു 3 വിസിൽ വരത്തക്ക പോലെ നമുക്ക് ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബീഫ് കുക്കർ അടച്ച് വെച്ച് സ്റ്റൗ കത്തിച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇത് വേവുമ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള മറ്റ് സാധനങ്ങളൊക്കെ തയ്യാറാക്കിയെടുക്കാം. ബീഫ് അവിടെ ഇരുന്ന് കുക്കറിലിരുന്ന് വേവുമ്പോഴത്തേനും നമുക്ക് അതിനാവശ്യമുള്ള സാധനം, ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വളരെ തിന്നായിട്ടരിഞ്ഞ സവോളയാണ്. ഞാനിവിടെ ഒരു 5 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. സവോള കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ. അപ്പോൾ ഇത് സവോള ഒരു 5 എണ്ണം ഞാനിവിടെ എടുത്ത് അരിഞ്ഞ് ഇതുപോലെ സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ ചതച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യമായ മസാലകൾ. ഇത് ഞാൻ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ മീറ്റ് മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലി എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ 2.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ, ഇത് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 3 എണ്ണം എടുത്തുള്ളൂ. എരിവ് കുറഞ്ഞതാണ് 3-4 പച്ചമുളക് ഞാൻ ഇതുപോലെ സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തണ്ട് ഫ്രഷ് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളി ഇതുപോലെ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞതും വേണം. പിന്നെ നമുക്ക് വേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ നല്ല ഒരു തേങ്ങയുടെ നല്ലത് ഇതുപോലെ കട്ടിയുള്ള 1.5 കപ്പ് പാല്. 1-ാം പാല് മാത്രം മതി, 2-ാം പാല് വേണ്ട. ഇതുപോലെ കട്ടിയുള്ള കുറുകുറാന്നിരിക്കുന്ന തേങ്ങാപ്പാൽ. പിന്നെ ഇനിയും നമുക്ക് വേണ്ടത് എന്നാന്ന് വെച്ചാൽ ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ ഒരു കടായിയോ പാനോ എന്തെങ്കിലും എടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആദ്യം ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകവും നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 2 വറ്റൽമുളക് ഇതുപോലെ മുറിച്ചിട്ടത് കൊടുക്കുക. കൂട്ടത്തിൽ കറിവേപ്പിലയും
നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. മുഴുവൻ സവോള ഇട്ട് സവോള നന്നായി വഴന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയെല്ലാം ഇങ്ങനെ വഴന്ന് വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കണ്ട് ഈ കളറി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്ന എടുത്ത് ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ, റോ ടേസ്റ്റ് മാറുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം പച്ചമണമൊക്കെ പോയി നല്ലത് ഇതുപോലെ ആയി. ഇനി നമ്മൾ ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന മസാലകളെല്ലാം, നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല, ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും ഈ മസാലയും ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം ഇതുപോലെ നന്നായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്നത് മൂത്ത് നന്നായിട്ട് എണ്ണയൊക്കെ ഇതുപോലെ തെളിഞ്ഞ് നല്ല ആയിട്ട്. ഇനി നമുക്ക് കുക്കറിനകത്ത് ബീഫ് ഒന്ന് നോക്കാം. നമുക്ക് ബീഫ് ഒന്ന് നോക്കാം. ബീഫ് നന്നായിട്ട് വെന്ത് നല്ല രീതിയിൽ ഇരിക്കണം. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഈ ഗ്രേവി മാത്രം, ഈ സ്റ്റോക്ക് മാത്രം നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. സ്റ്റോക്ക് ബീഫ് കഷ്ണങ്ങളൊന്നും ഇപ്പോൾ ഇട്ട് കൊടുക്കരുത്. സ്റ്റോക്ക് മാത്രം നമുക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ സ്റ്റോക്കിനകത്ത് കിടന്ന് ഈ അരപ്പെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കിന് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഇതിനകത്ത് കിടന്ന് ജസ്റ്റ് ഒന്ന് കുറുകി ഒന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ബീഫ് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. കുക്കറിന് ബീഫ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ബീഫിലെ മസാലയും കറിവേപ്പിലയും എല്ലാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ബീഫിനകത്ത് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കത്തക്ക പോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒന്നാം പാല്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ആഹാ, അപ്പം നല്ലൊരു മണവും ഒക്കെയാണ് വരുന്നത്. അടിപൊളി ഒരു മണമാണ് വരുന്നത്. നല്ലൊരു ആരോമ. ഈ പാല് മൊത്തം നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. നോക്കട്ടെ, ഉപ്പ് എനിക്കിവിടെ ലേശം ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം ഒന്നും തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി തക്കാളി ഇടുന്നതിന് മുമ്പ് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ഇളക്കമൊന്നും വേണ്ട, ഇങ്ങനെയാണ് പാനിന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് തക്കാളി ഓരോന്നും ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി മതി. ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ? ഇനി നമുക്ക് ഇതിന് മേലെ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഒരു 3 ഏലയ്ക്ക ഇതുപോലെ ചതച്ചിട്ടുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ ഓപ്ഷനിലാണ്, തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പക്ഷേ ഇതും കൂടി ഇടുമ്പോൾ
നല്ല അടിപൊളി ഒരു സ്മെല്ലായിരിക്കും. നല്ല മണമാണ്. നല്ല നോക്കി എണ്ണയൊക്കെ നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞ് നോക്കി നല്ല സൂപ്പറായിട്ട് നമ്മുടെ ബീഫ് ചാപ്സ് കിട്ടി നോക്കി. ഇനി നമുക്ക് ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബീഫ് ചാപ്സ് ഇവിടെ റെഡിയായി. ഞാനിപ്പോൾ ബ്രെഡിൻ്റെ കൂടെ ഇതെൻ്റെ മകന് കൊടുക്കാൻ പോവുകയാണ്. നോക്കി നല്ല അടിപൊളിയായിട്ട് കറിയുടെയൊക്കെ കളർ കണ്ടോ, ഓറഞ്ചിഷ് ഒരു കളറും ഒക്കെ കിട്ടി. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ഈ ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ഇനാബിൾ ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരെയും കമൻ്റ് ആയിരിക്കും എനിക്ക് പുതിയ വീഡിയോ ഇടേണ്ട ഇൻസ്പിറേഷൻ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയുന്നു ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, ടാറ്റ, ടിൽ ദെൻ ബൈ ബൈ.